നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലൂടെയും അദ്ദേഹത്തിന്റെ വിശ്വാസത്തിലൂടെയും ഇന്ത്യയുടെ മൊത്തം പ്രധാനമന്ത്രി എന്ന രീതിയിലും അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും. ആ ശ്രമങ്ങളിലൂടെയായിരിക്കും ഇനിയുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അല്ല, നമ്മൾ കേരളത്തിൽ ചെയ്യാൻ പോകുന്ന ഡെവലപ്മെന്റുകളുടെ ഒരു തുടക്കമായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു ബാക്കിയുള്ള ജില്ലകളിലേക്കൊക്കെ നമ്മൾ കൊടുക്കാൻ പോണത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ ആവിഷ്കരിക്കുന്ന നടപ്പിലാക്കാൻ പോകുന്ന ആ പദ്ധതികളിലെ ഒരു അനുരണനം തീർച്ചയായിട്ടും അത് കോർപ്പറേഷൻ മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിൽ മൊത്തം അതിന്റെ ഗുണം കിട്ടും. അത് തുടങ്ങിയിടുകയും അതിന്റെയൊക്കെ ഒരു പ്രതിഫലനം തീർച്ചയായിട്ടും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് തൃശ്ശൂരും ഉണ്ടാവും. തൃശ്ശൂര് മോദിജിയുടെ മനസ്സിലൊരു ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ട്രിവാൻഡ്രംമാർ തന്നെ തൃശ്ശൂരുകാരോടും ഭയങ്കര താല്പര്യം ആൾക്ക്. അതുകൊണ്ട് തൃശ്ശൂരിനും ആ ഒരു ഭാവി പ്രതീക്ഷിക്കാം. തൃശ്ശൂർ വലിയ വികസന പ്രവർത്തനങ്ങൾ പലപ്പോഴും നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു അച്ഛനുണ്ടായിരുന്ന ആ ഒരു സമയത്ത് ശ്രീ കെ കരുണാകരന്റെ മനസ്സിലെ വലിയൊരു സ്വപ്നമായിരുന്നു ഇവിടെ നമ്മുടെ പുഴയ്ക്കല്ലേ എയർപോർട്ട്, നെടുമ്പാശ്ശേരിക്ക് പകരം അത് ഇവിടെ വരേണ്ടതായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ കാരണങ്ങൾ കൊണ്ട് അന്ന് നടന്നില്ല. പലരും ഇവിടെ എതിർത്തു. അന്ന് അച്ഛൻ വളരെയധികം ദേഷ്യപ്പെട്ടതെന്ന് പറയുന്നത് കേട്ടു. ഞാൻ എൻ്റെ തൃശ്ശൂരിനെ എങ്ങനെയെങ്കിലും നന്നാക്കാൻ ഇവരാരും സമ്മതിക്കില്ല അല്ലേ പറഞ്ഞു. അങ്ങനെയാണ് ഇത് അങ്ങോട്ട് പോയത്. അല്ലെങ്കിൽ ഇവിടെ എന്തായനെ തൃശ്ശൂർ. എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ സങ്കടമാണ് സത്യം പറയുകയാണെങ്കിൽ. ഇപ്പം നമ്മൾ ഓരോ കാര്യം ചെയ്യാൻ ഓരോരുത്തരെ കാല് പിടിക്കണം. അയ്യോ ഇതൊന്ന് ചെയ്യോ. കാരണം എനിക്ക് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടത്, അതിൻ്റെ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ സാംസ്കാരിക നഗരം എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പണ്ട് ജയ്പൂരൊക്കെ പോകുമ്പം റോസ് കളറിൽ ഇതടിച്ച ടൗൺ, അതേമാതിരി ഇവിടെ ഈ ടൗണിൽ കാണുന്ന ആ റൗണ്ടില്ലേ, അതൊക്കെ എന്താ ഒരു ചരിത്രം ഇതായുള്ള സ്ഥലം. അതൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ കൊതിയോ. എന്താണ് തൃശ്ശൂരിൻ്റെ ആ ഒരു ഭംഗി, ആ വടക്കുന്നാഥൻ്റെ ചുറ്റുമുള്ള എല്ലാ ലൂർദ് പള്ളിയും എല്ലാം അടുത്തടുത്തടുത്ത് കിടക്കുന്ന ഒരു, ഇത്രയും ജാതി മതവും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു തൃശ്ശൂർ. ഇപ്പം ജാതിയുടെ പേരൊക്കെ പറഞ്ഞ് ഇതാവുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും. ഞാൻ കണ്ട തൃശ്ശൂരല്ല പലപ്പോഴും. പക്ഷെ അതിനി ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ ഒരു സ്ഥലത്തിന് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. ഇപ്പം കൊച്ചി ഡെവലപ്പ് ചെയ്ത് കണ്ടില്ലേ, അത് എൻ്റെ അച്ഛൻ്റെ ഒരു കൈ അതിലുണ്ട്, ഈ കൊച്ചി ഡെവലപ്പ് ചെയ്യുക. അതേമാതിരി തന്നെ തൃശ്ശൂർ ഇനി BJPയോട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യം, എൻ്റെ അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഈ തൃശ്ശൂർ വികസിക്കണം എന്നുള്ളത്. അതിന് ഉള്ള എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഞാൻ അതിൻ്റെ കൂടെ നിൽക്കാം, എനിക്കതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, കൂടെ നിൽക്കാം. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇതെനിക്കിവിടെ തരണം എന്ന് ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്.